മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ തിരുവചനങ്ങൾ നമ്മിലേക്ക് അഭിഷേകമായി ഒഴുകിയിറങ്ങുന്ന നസസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-29 ഇങ്ങനെ പറയുന്നു: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവവചനത്തെ നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വള്ളൂരാൻ അച്ഛനെയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് അച്ഛനെ ശ്രവിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നഴ്സിംഗ് ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഹൃദയസ്പർശിയായ ഒരു അനുഭവം വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ അനുഭവം എന്നെ ഒരുപാട് സ്പർശിക്കാനുള്ള കാരണം എൻ്റെ പൗരോഹിത്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഇത്. ഞാൻ പഠിച്ചത് വടക്കേ ഇന്ത്യയിലാണ്. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ കേരളത്തിൽ തീവണ്ടി ഇറങ്ങിയത്. എൻ്റെ ഇടവകയിൽ വെച്ചായിരുന്നു പൗരോഹിത്യ സ്വീകരണം. പക്ഷേ ഞാൻ തീവണ്ടി ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് പൊള്ളുന്ന പനിയായിരുന്നു, വല്ലാത്ത ക്ഷീണവും. പിറ്റേ ദിവസം കാലത്ത് മെത്രാൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടതാണ്. ഈ വലിയ പനിയോടുകൂടെ എങ്ങനെ പൗരോഹിത്യ സ്വീകരണത്തിന് പോകും എന്ന ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായി. അടുത്ത് ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കാണാം എന്ന് ഞാൻ വിചാരിച്ചു. 6:15 മണിയായപ്പോഴേക്കും, വൈകുന്നേരം 6:15 മണിയായപ്പോഴേക്കും ഞാൻ ആശുപത്രിയിൽ ചെന്നു. ഔട്ട് പേഷ്യൻസിൻ്റെ വിങ്, അതിൻ്റെ ഇൻചാർജായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളാണ് ഡോക്ടറിന് ചിട്ട് കൊടുക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറെ കാണണം. വലിയ ദേഷ്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടറെ കാണേണ്ട സമയം 6 മണിക്ക് കഴിഞ്ഞു, ഇനി കാണാൻ പറ്റില്ല എന്ന്. എനിക്ക് വലിയ വിഷമമായി. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു നാളെ വളരെ പ്രത്യേകമായ ഒരു സംഭവം നടക്കുകയാണ്. ഞാൻ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടേണ്ടത് നാളെ കാലത്താണ്. ഈ പനി വെച്ചുകൊണ്ട് എനിക്ക് അതിന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടറെ കാണണം എന്ന് ആവശ്യം എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അയാൾ എൻ്റെ മുഖത്ത് നോക്കി, അത് തൻ്റെ കാര്യം, ആശുപത്രിയുടെ നിയമം അനുസരിച്ച് 6 മണിക്ക് ഔട്ട് പേഷ്യൻസിൻ്റെ ചിട്ട് കൊടുക്കൽ അവസാനിച്ചു, ഇനി തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ബ്രദർ വിഷമിക്കേണ്ട, ഞാൻ ഡോക്ടറോട് പോയി പറയാം. ഇപ്പോൾ ഡോക്ടറും ഔട്ട് പേഷ്യൻസ് എല്ലാം തീർന്നു, ഇറങ്ങി പോവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ നേഴ്സ് സഹോദരി പോയി ഡോക്ടറോട് പറഞ്ഞത്,
ഡോക്ടർ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടും ഈ കാര്യം പറഞ്ഞു, അത്യാവശ്യം പറഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, പക്ഷേ ആ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങിക്കണം, ആശുപത്രിയിലില്ല. ഞാൻ പറഞ്ഞു ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഈ നേഴ്സ് സഹോദരി പറഞ്ഞു, ബ്രദർ പോകണ്ട, ബ്രദറിന് പനിയല്ലേ, ഞാൻ തന്നെ വേറെ ആരെങ്കിലും വിട്ട് ആ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം. അങ്ങനെ ആ സഹോദരി ആരെയോ പറഞ്ഞു വിട്ടു, മരുന്ന് വാങ്ങിച്ചു കൊണ്ട് തന്നു. ആ സഹോദരി തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വലിയ ആശ്വാസമായി. പിറ്റേ ദിവസം കാലത്ത് ഞാൻ മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പൗരോഹിത്യ സ്വീകരണം നടത്തി. എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ഞാൻ ആരായിരിക്കണം, ഞാൻ ആരായിരിക്കരുത് എന്ന ഒരു നിശ്ചയം അവിടെ വെച്ച് എനിക്ക് കിട്ടി. OPയുടെ ഇൻചാർജായ ആ മനുഷ്യൻ, അദ്ദേഹം നിയമം കാത്തവനാണ്. നിയമം 6 മണിക്ക് OP അവസാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ സഹോദരി ഒരു ശുശ്രൂഷക ആയിരുന്നു. ഞാൻ ഒരു ശുശ്രൂഷകനായിരിക്കണം, വെറുതെ അഡ്മിനിസ്ട്രേറ്റർ ആകരുത് എന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സംഭവമായിരുന്നു അത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നഴ്സിംഗ് ശുശ്രൂഷ അതൊരു ജോലി മാത്രമല്ലല്ലോ. ജോലിയേക്കാൾ ഉപരിയായി അതൊരു ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഈശോ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും എന്നെ തന്നെ സ്വയം നൽകുവാനുമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത് എന്ന്. സ്വയം നൽകുന്ന ശുശ്രൂഷ, സ്വയം മറക്കുന്ന ശുശ്രൂഷ, സ്വയം മറന്ന് സ്വയം ദാനം ചെയ്യുന്ന ഒരു ജീവിത ശൈലി, പ്രവർത്തന ശൈലി പൗരോഹിത്യവും നഴ്സിംഗും അതാണ്. നഴ്സിംഗിന് ഒരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ദൗത്യത്തോട് ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈശോ അത് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ദൈവം അത്രയധികം ലോകത്തെ സ്നേഹിച്ചു. എത്രയധികം സ്നേഹിച്ചുവെന്നാണ്, തൻ്റെ മകനെ തന്നെ ലോകത്തിന് നൽകുവോളം. അത്രയധികം എന്തിനു വേണ്ടിയിട്ടാണ്? ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ മകനെ തന്നെ ലോകത്തിന് നൽകുവോളം ദൈവം അത്രയധികം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ശുശ്രൂഷ. ശുശ്രൂഷ സ്നേഹത്തിൽ ആഴപ്പെട്ടിരിക്കും. സ്വയം നൽകുന്ന സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് ശുശ്രൂഷ ഒരു ജീവിത ശൈലിയാകുന്നത്. ഈ വചനമാണ് യേശുവിൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചത്. നാം സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരുപാട് ആളുകൾ യേശുവിനെ കാണാൻ വന്നു. അവിടുത്തെ കാണാൻ വന്ന പലരും വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് അവിടുത്തോട് പെരുമാറിയത്. പക്ഷേ യേശുവിൻ്റെ പ്രവർത്തന ശൈലി അത് മനസ്സിലാക്കലിൻ്റെ, സ്വയം മറവിയുടെ, സ്വയം ദാനത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമറിയക്കാരി സ്ത്രീ അവിടുത്തെ കാണാൻ വന്നതായിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവളെ കാണാൻ ചെന്നതായിട്ട് നാം വായിക്കുന്നു. യാക്കോബിൻ്റെ കിണറ്റിൻ്റെ അരികെ
അവിടുന്ന് കാത്തിരുന്നു ഈ സ്ത്രീക്ക് വേണ്ടി. അല്പം വെള്ളം തരിക എന്ന് ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു. ആ സ്ത്രീ ഒരു വാഗ്വാദത്തിന് മുതിരുകയാണ്. നിങ്ങൾ യഹൂദർ, ഞങ്ങൾ ശമരിയായക്കാർ, നിങ്ങൾ ആരാധിക്കുന്നത് ജെറുസലമിലാണ്, ഞങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിലാണ്, ഈ കിണർ ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് നൽകിയതാണ്. ഇങ്ങനെയുള്ള വാഗ്വാദങ്ങൾ. ഈശോ വാഗ്വാദത്തിനൊന്നും പോയില്ല. കാരണം അവിടുത്തെ മനസ്സിൽ ഒരു തീയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തീ? ദൗത്യത്തിൻ്റെ തീക്ഷ്ണത. തൻ്റെ പക്കലേക്ക് വരുന്ന ആരും നശിച്ചു പോകരുത്. അതിനു വേണ്ടിയിട്ടാണല്ലോ പിതാവ് അവിടുത്തെ അയച്ചത്. ആ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം അവിടുത്തെ പ്രവർത്തന ശൈലിയെ ക്രമീകരിച്ചു. അവളോട് വാഗ്വാദം നടത്തി ജയിക്കാൻ ഒരു പ്രയാസവും ഈശോയ്ക്കുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ജയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. വാദപ്രതിവാദത്തിൽ ആരെയും തോൽപ്പിച്ചത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അവിടത്തേക്ക് കിട്ടാനുള്ളത് അവളുടെ ആത്മാവിനെയാണ്. അതുകൊണ്ട് വളരെ സൗമ്യതയോടെ അവളോട് സംസാരിച്ചു. ആ സൗമ്യത അവളുടെ മനസ്സിനെ കീഴടക്കി. അവളുടെ കോൺഫിഡൻസ് ഈശോ നേടി. കോൺഫിഡൻസ് ഈശോ നേടിക്കഴിഞ്ഞപ്പോൾ അവളുടെ പാപത്തെക്കുറിച്ച് ഈശോ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. സാധാരണ നമ്മുടെ പാപത്തെക്കുറിച്ച് ആരെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ ആ സ്ത്രീക്ക് ദേഷ്യം വന്നില്ല. അത്രയ്ക്ക് ഒരു വലിയ കോൺഫിഡൻസ്, വിശ്വാസ്യത നേടിയെടുക്കാൻ തൻ്റെ സൗമ്യത കൊണ്ട് ഈശോയ്ക്ക് സാധിച്ചു. ആ കോൺഫിഡൻസ് നേടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ പാപം ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അത് ഒരു വിമോചനത്തിൻ്റെ സന്തോഷത്തിലേക്ക് അവളെ നയിച്ചു. അവൾ പോയി സിക്കാർ പട്ടണത്തിൽ ജനങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്ന്. സാധാരണ അവൾ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും നീ മറ്റൊരു മനുഷ്യനെയും കണ്ടോ എന്നല്ലേ ചോദിക്കുള്ളൂ. കാരണം ഈ സ്ത്രീ പുരുഷന്മാരെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നവളാണ്. അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചില്ല. അങ്ങനൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നില്ല. കാരണം ആ സ്ത്രീയുടെ സംസാരം, അവളുടെ നടത്തം, അവളുടെ ചിരി, എല്ലാത്തിലും ഒരു മാറ്റമുണ്ടായി. അവളുടെ ജീവിതത്തിന് മുഴുവൻ ഒരു മാറ്റം വരുത്താൻ ഈശോയ്ക്ക് സാധിച്ചു. അവിടുത്തെ സൗമ്യത കൊണ്ട് അവളെ നേടാൻ ഈശോയ്ക്ക് സാധിച്ചു. അവളാണല്ലോ ലോകത്തിന് മുഴുവൻ ഈശോ രക്ഷകനാണെന്ന സദ്വാർത്ത ആദ്യം പ്രചരിപ്പിച്ച മിഷനറി അവളായിരുന്നു. അത്രയ്ക്ക് വലിയൊരു നേട്ടം ഈശോ നേടിയെടുത്തു. അവളുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന് വേണ്ടി ഈശോ നേടിയെടുത്തു. അത് സാധിച്ചത് അവിടുത്തെ സൗമ്യതയാണ്, ശുശ്രൂഷയുടെ മനോഭാവമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ജോലിക്കാരനും ശുശ്രൂഷകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈശോ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ജോലിക്കാരൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനാണ്. കൂലിയിൽ മാത്രമാണ് ജോലിക്കാരൻ്റെ നോട്ടം. കൂലി കിട്ടിയാൽ അവന് സന്തോഷമായി. പക്ഷേ ശുശ്രൂഷകൻ അങ്ങനെയല്ല. ശുശ്രൂഷകൻ കൂലിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. ശുശ്രൂഷകന് ഒരു വലിയ ദൗത്യമുണ്ട്. യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്ന ഒരു വലിയ ദൗത്യം, നേടിയെടുക്കുക, ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുക, ആരും നശിച്ചു പോകരുത് എന്ന ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ശുശ്രൂഷകൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത് ഞാനൊരു അച്ഛനാണ്. ഒരു അച്ഛൻ്റെ അടുത്തും ഒരു നേഴ്സിൻ്റെ അടുത്തും
ആളുകൾ വരുന്നത് ദുഃഖത്തിൻ്റെ ഭാരവുമായിട്ടാണ്, വേദനയുടെ പിടിയിലാണ്. ഈ വേദനയുടെ പിടിയിൽ ദുഃഖത്തിൻ്റെ ഭാരവുമായി രോഗത്തിൻ്റെ അനിശ്ചിതത്വം, ഇതൊക്കെയായിട്ടാണ് നമ്മുടെ അടുത്ത് ആളുകൾ വരിക. നമ്മുടെ നോട്ടവും ചിരിയും സംസാരവുമൊക്കെ ദൈവം നോക്കിയിരിക്കുന്ന സംഗതികളാണ്. ഒരു രോഗിയെ, വേദനിക്കുന്നൊരു മനുഷ്യനെ ഒരു നേഴ്സിൻ്റെ അടുത്ത്, അച്ഛനായ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ദൈവം നോക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യൻ നശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് ഒരു മനുഷ്യനെ, ഒരു രോഗിയെ, വേദനിക്കുന്ന തകർന്ന ഒരു ജീവിതത്തെ നമ്മുടെ അടുത്ത് കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ കാരണം. അവൻ നശിക്കാൻ പാടില്ല. അവൻ്റെ നിരാശയിൽ, അവൻ്റെ വേദനയിൽ അവൻ നശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടെ നമ്മുടെ അടുത്ത് തകർന്ന ഒരു ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലും വ്യക്തമായ ധാരണയുണ്ടാവണം. ഈ മനുഷ്യൻ നശിക്കാൻ പാടില്ല. ഈ മനുഷ്യനെ ഞാൻ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയാവണം. ക്രിസ്തുവിൻ്റെ കണ്ണുകൾ എല്ലാവരെയും നോക്കിയത് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. ദൈവത്തിൻ്റെ ഈ മകൻ, ഈ മകനെ, ഈ മകളെ ദൈവം എൻ്റെ പക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ വേദന എനിക്ക് ഒപ്പിയെടുക്കണം. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം മുഴുവൻ എൻ്റെ ഉള്ളിൽ ഞാൻ സ്വീകരിക്കണം. എന്നിട്ട് ദൈവത്തിന് കാഴ്ചവെക്കണം. കൂലിക്കാരനായിട്ടല്ല, ശുശ്രൂഷകനായിട്ട്. രണ്ട് സമീപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവാം. ഒന്ന് നീതിയുടെ സമീപനമാണ്. നീതിയുടെ സമീപനം ജോലിക്കാരൻ്റെ സമീപനമാണ്. എന്താണ് നീതി എന്നാൽ? നീതി എന്നാൽ അർഹമായത് കൊടുക്കുക എന്നതാണ്. 8 മണിക്കൂർ ജോലി, അങ്ങനെ ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം, അതൊക്കെ നീതിയുടെ മാനദണ്ഡമാണ്. അവിടെ മുഴുവൻ അർഹമായത് ഞാൻ കൊടുക്കുന്നു, അർഹമായത് എനിക്ക് കിട്ടുന്നു. നീതി. നീതിക്കപ്പുറം മറ്റൊരു ഭാവമുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഭാവമാണ്. അത് കരുണയാണ്. നീതിയെ കവിഞ്ഞു നിൽക്കുന്ന ഹൃദയഭാവമാണ് കരുണ. എന്നെ ശുശ്രൂഷിച്ച ആ നേഴ്സ് സഹോദരി, അവൾ നീതിക്കപ്പുറം കടന്നപ്പോൾ പിറ്റേ ദിവസം കാലത്ത് എനിക്ക് അച്ഛനാകാൻ സാധിച്ചു. അതല്ലെങ്കിൽ ഞാനൊരു പക്ഷേ പനിച്ച് വിറച്ച് അവിടെയെങ്ങും വീണു പോയേനെ. നീതിക്കപ്പുറം കടക്കാൻ സാധിക്കുന്നവർക്കാണ് മനുഷ്യരെ നേടാൻ സാധിക്കുന്നത്. മനുഷ്യരെ നേടാൻ, ദൈവത്തിന് വേണ്ടി നേടാൻ സാധിക്കുന്നത് നീതിക്കപ്പുറം കടന്ന് കരുണയുടെ ഭാവം, ആ ഭാവം ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈ കരുണയുടെ ഭാവം ഉള്ളിൽ സ്വീകരിക്കാൻ സാധിക്കണം. തീർച്ചയായും നമുക്ക് അർഹമായ കൂലി നമുക്ക് കിട്ടണം. നമുക്കും ജീവിക്കണമല്ലോ, നമുക്കുണ്ടൊരു കുടുംബം. പക്ഷേ അത് നീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ ശുശ്രൂഷ അതിനപ്പുറേക്ക് കടക്കണം. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സ്വയം മറന്ന് സ്വയം ദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു സേവന ശുശ്രൂഷയായി നമ്മുടെ ജീവിതത്തെ ഒരുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷ അങ്ങയുടെ തെരഞ്ഞെടുപ്പാണ്. അങ്ങ് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് രോഗീപാലന ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങയോട് ചേരാനുള്ള സ്നേഹത്തിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾ അങ്ങയുടെ ദൗത്യമാണ്
ഈ ലോകത്തിൽ നിറവേറ്റേണ്ടത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ. നീതിക്കപ്പുറേ നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ പാപത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതുണ്ട്, എന്നും അനുഭവിക്കുന്നുമുണ്ട്. കാരണം രോഗികൾ, ദുഃഖിതർ, തകർന്നവർ, അവർ എപ്പോഴും കടന്നു പിടിക്കുന്നവരാണ്. അവർക്കാവശ്യം സേവനമാണ്. അവരുടെ വേദന കൊണ്ട് ഞങ്ങളെ അവർ വീർപ്പ് മുട്ടിക്കും. ഞങ്ങൾ പലപ്പോഴും വീർപ്പ് മുട്ടാറുമുണ്ട്. വേണ്ടത്ര കെയർ, ശുശ്രൂഷ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കുറ്റബോധവും ഞങ്ങൾക്കുണ്ട്. കർത്താവെങ്കിലും ഒരു കാര്യം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ തുറന്നു പറയുന്നു. ഞങ്ങളുടെ ഈ ജോലി ഒരു ശുശ്രൂഷയായി ഞങ്ങൾ സ്വീകരിക്കുന്നു. എൻ്റെ ശുശ്രൂഷകൻ എപ്പോഴും എന്നും എന്നോടുകൂടെയായിരിക്കും എന്ന അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഈ വചനം ഒരു വാഗ്ദാനമാണ്. എപ്പോഴും ഞങ്ങളെ അങ്ങേ ഹൃദയത്തോട് ചേർത്ത് അങ്ങ് നിർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഭാരങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരൊക്കെ ഞങ്ങൾ വീർപ്പ് മുട്ടിക്കാറുമുണ്ട്. ഈ വീർപ്പ് മുട്ടോടുകൂടിയാണ് ഞങ്ങൾ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. തീർച്ചയായും പലപ്പോഴും ചിലപ്പോഴെങ്കിലുമൊക്കെ ശുശ്രൂഷ സ്നേഹത്തോടെ കൊടുക്കാൻ സാധിക്കാറുമുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഹൃദയത്തോട് ചേരാനും അങ്ങ് സ്നേഹത്തിൽ നിറയാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷ കിട്ടാതെ ആരെങ്കിലും നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് തന്നെ അവരെയെല്ലാം താങ്ങണമേ. ഞങ്ങളെ തന്നെ അങ്ങ് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുത്ത് ഏറ്റവും യോഗ്യമായ രീതിയിൽ അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് ഈ ശുശ്രൂഷ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. കർത്താവേ, അങ്ങയുടെ ജീവിത ദൗത്യം കുരിശിൽ പൂർത്തിയായപ്പോൾ അങ്ങ് എത്രയോ വേദനിച്ചു. ഈ വേദന തന്നെ ഞങ്ങൾക്കും പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ജോലി ഒരു ഭാരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. താങ്ങും തണലുമായി അങ്ങ് കൂടെയുണ്ടെങ്കിൽ, ഞങ്ങളുടെ വലങ്കൈ അങ്ങ് പിടിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങൾ വിജയിക്കും. ഞങ്ങളുടെ പക്കലേക്ക് വരുന്ന രോഗികളൊക്കെ അങ്ങാണ് അവരെ കൊണ്ടുവരുന്നത് എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിക്കാൻ, അവരെ വീണ്ടെടുക്കാൻ, നിരാശയിലും ദുഃഖത്തിലും വഴുതി വീഴാതെ അവരെ വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിലാഴപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വിളവൂരാനച്ഛനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, വളരെ നിരാശപ്പെട്ടു വന്ന ഒരു രോഗിയോട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് തിരുവചനം പറഞ്ഞപ്പോൾ ആ രോഗിക്ക് വന്ന മാറ്റം, മുഖം പ്രസന്നമായി, ഹൃദയത്തിൽ പ്രത്യാശ നിറഞ്ഞു. നമുക്കും ഇതുപോലെ വചനം ഉറക്കെ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ടും അല്ലാത്തപ്പോൾ അത് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടും നമ്മുടെ രോഗികളെ നമുക്ക് ശുശ്രൂഷിക്കാം. അങ്ങനെ തിരുവചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, വിശുദ്ധയായി തീരട്ടെ.
ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.